വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ആരാണ് അവിടെ ഇരിക്കുന്നത്? അത് എന്റെ ഉമ്മയാണ്. അൽഹംദുലില്ലാഹ് തങ്ങളെ യാ ഇമാമൽ മുത്തഖീൻ, 60 ദിവസത്തോളം എന്റെ ഉമ്മാനെ ഏറ്റി നടന്ന് എല്ലാ ഹജ്ജിന്റെ കർമ്മങ്ങളും നിർവഹിച്ചു. വിടവാങ്ങൽ തവാഫ് വരെ എന്റെ ഉമ്മാനെ ഏറ്റിക്കൊണ്ട് നിർവഹിച്ചു. അൽഹംദുലില്ലാഹ്. ഈ കുട്ടി ചോദിക്കാം മത്താഫിൽ വെച്ച്, തങ്ങളെ എന്നെയെങ്ങാനും മലായിക്കത്ത്, സബാലിയാക്കളായ മലായിക്കത്ത് നരകത്തിലേക്ക് വലിക്കുന്നത് കണ്ടാൽ, ആളിക്കത്തുന്ന ജഹന്നമിലേക്ക് ഞാനിങ്ങനെ ഇതാ വീടുന്നു എന്ന് കണ്ടാൽ, തങ്ങളെ എനിക്കാ സമയത്ത് മലക്കുകളോട് പറഞ്ഞുകൂടെ, ഒരു ഉമ്മാനെ 60 ദിവസം ഏറ്റി നടന്നിട്ട് ഒരു ഹജ്ജ് ചെയ്യിപ്പിച്ച മോനാണ് കേട്ടോ മലക്കുകളെ ഞാൻ എന്നെനിക്ക് പറഞ്ഞുകൂടെയോ? മോനെ, നീ 60 ദിവസമല്ല 60 കൊല്ലം നിന്റെ ഉമ്മാക്ക് നന്മ ചെയ്തു കൊടുത്താലും, ഉമ്മ ഏറ്റി നടന്നാലും എന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു പറയാനാവില്ലടോ. മാഷാ അല്ലാഹ്. മോനെ, നീ 60 ദിവസമല്ല എന്റെ അനുജ ആ തള്ളനെ ഉംറക്ക് കൊണ്ടുപോയി, ആ തള്ളനെ ഹജ്ജിനും കൊണ്ടുപോയി, എന്നിട്ടും നന്നില്ല ഉസ്താദേ തങ്ങൾ പാപ്പ, ആ തള്ളനെ ഉംറ ചെയ്യിപ്പിച്ചിട്ട് നന്നില്ല. എന്റെ അനുജ, നീ എന്താണടാ പറയുന്നത്? നിന്റെ ഉമ്മാനൊരു ഉംറ ചെയ്യിപ്പിച്ചപ്പോഴേക്കും നീ വല്ലതും ചെയ്തു കൊടുത്തു എന്നോ? നിനക്ക് ബുദ്ധിയില്ലടോ. 60 ദിവസമല്ല 60 കൊല്ലം ഉമ്മാനെ ഏറ്റി നടന്നാലും ഒരു ചെറിയ നന്മ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല മനുഷ്യ. എന്നിട്ട് പറയാ ആ മഹാൻ മത്താഫിൽ വെച്ചുകൊണ്ട് പറയുന്നു, മോനെ, നിന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഞാനൊരു മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന്, നീ ഈ നൃത്തം നിൽക്കുമ്പോ ഇബ്രാഹിം മക്കാമിന്റെ അരികിൽ നീ ഇങ്ങനെ നിൽക്കുമ്പോ നല്ലൊരു കത്തി കൊണ്ടുവന്ന് നിന്റെ ശരീരത്തിലെ ആ എല്ലുകൾ ഞാനിങ്ങനെ മുറിച്ചാൽ, മോനെ 20ഓളം നരമ്പുകളെ ഞാനിങ്ങനെ വലിച്ചാൽ, ആ കത്തിയുടെ തുമ്പുകൊണ്ട് നിന്റെ നരമ്പുകളെ വലിച്ചാൽ നിനക്കെത്ര വേദനയുണ്ടാകുമോ? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. നീ 60 ദിവസമല്ല 60 കൊല്ലം ഏറ്റി നടന്നാലും ഒരു നന്മ ചെയ്തു പറയാനാവില്ലടോ. അതുകൊണ്ട് ആ ഉമ്മാക്ക് വേണ്ടി 5 വട്ടം ദുആ ചെയ്താൽ കിട്ടുന്ന മഹിമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാരെ, ഇത്രയും മഹത്വമുള്ള ഉമ്മ ഫർദ് നിസ്കരിക്കുന്ന കുട്ടിയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. റസൂലുള്ള വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. സല്ലു മുസ്ലിമേ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഈ ഉപ്പാഫയെ നെഞ്ചിലേറ്റണ്ടേന്ന്, ഈ ഉപ്പാഫയെ നെഞ്ചിലേറ്റണ്ടേ? നിങ്ങൾ പറയും, ഈ ഉപ്പാഫയെ നെഞ്ചിലേറ്റണ്ടേ? ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. ഉമ്മയെ വല്ലാത്ത കടുപ്പം കാണിക്കുന്ന ആളുകളൊക്കെയുള്ള കാലത്താണ് ഞാൻ ഈ ഒരു വാചകപ്പോൾ പറഞ്ഞു പോയത്. ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. നിർബന്ധമാണ്. ഖിബ്ല തെറ്റിയാലും കുഴപ്പമില്ല, 3 ചലനമുണ്ടായാലും കുഴപ്പമില്ല. ഫുഖഹാ പഠിപ്പിക്കുകയാണ് ഈ നബിത്തങ്ങളെ. എല്ലാ മേഖലയിലും നാട്ടുകാരെ, കടമുള്ള ഒരു ഉസ്താദാവട്ടെ, ഒരു സാധാരണക്കാരാവട്ടെ, ജോലിയില്ലാത്തവരോ കടമുള്ളവരോ ആരാടെങ്കിലും ശരി, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടോ മനസ്സമാധാനം കൊടുക്കും. അല്ലാഹു തആല അവനെ കടക്കാരനാക്കി അവനെ മൂത്രത്തിലിടില്ല. പടച്ചറബ്ബ് കാക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഈ നബിത്തങ്ങളെ സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചിലേറ്റിയ ആ കോലമെന്ന് ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിനെ നെഞ്ചിലെത്തിയ രൂപമെന്ന് സുബ്ഹാനല്ലാഹ്.
നബിത്തങ്ങളെ ഹൃദയത്തിൽ നമ്മൾ എവിടെ എത്തി? നമ്മളെ അല്ലാഹു തആല മനസ്സ് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മൂളിയിട്ട് ആമീൻ പറയണം. അല്ലാഹു തആല മനസ്സ് നൽകട്ടെ. ഞാനേ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താം. നിങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. സയ്യിദ് ഇബ്നു ദത്തിന്നാ ചൊല്ലി റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ദത്തിന്നാ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ലമ്മാ അഖറജ അഹ്ലു മക്ക മിനൽ ഹറമി ലിയഖ്തുലൂഹു. മാഷാ അല്ലാഹ്, സയ്യിദ് എന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, ആശിഖ, റസൂലുള്ളാഹി ഖൽബിൽ ഇങ്ങനെ പതിഞ്ഞൊരു കുട്ടിയാ. അങ്ങനെ സയ്യിദിനെ പിടികൂടി നീ അബൂ സുഫിയാൻ അടക്കമുള്ളവർ ആവേശത്തിലൊരുക്കുക. അന്ന് ദീനിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ സയ്യിദിനെ അടിച്ചു. സയ്യിദിനെ അടിച്ചടിച്ചടിച്ച് കൊന്നുകളയാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് കാണുന്നവരെ കൊണ്ട് മുഴുവനും അടിപ്പിക്കുകയാണ്. കാണുന്നവരെ കൊണ്ട് മുഴുവനും എന്താണ് കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ട് എറിയുന്നു, അടിക്കുന്നു, യഖ്തുലൂഹു കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ അവിടുന്ന് സുമ്മ ഖതലഹു ഇരിക്കട്ടെ, അടിച്ചടിച്ചടിച്ചടിച്ച് ഒരു എല്ലായി കിടക്കുകയാണ് സയ്യിദുകൾ. നമ്മളൊന്നും ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ലട്ടാ. അടിച്ച് ആ മനുഷ്യനെ അടിച്ച് ചവിട്ടിയിട്ട് എറിഞ്ഞിട്ട് കീറവ, അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ വലിയ വിറകളെടുത്തിട്ട് അടിക്കുകയാണ്. അങ്ങനെ അടികൊണ്ട് ഇങ്ങനെ പിടയുമ്പോ അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, മുഹമ്മദ് നീ പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ അടി നിർത്താൻ, മുഹമ്മദ് നീ പറയൂ ചെയ്തേ, അടി ഞങ്ങൾ ഇപ്പൊ നിർത്തും. പറയൂല, ഞാൻ പറയൂല, നിങ്ങൾ അടിച്ചോളി. സുബ്ഹാനല്ലാഹ്, സയ്യിദ് തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. ഈ ശരീരത്തെയല്ലേ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലൊരു മുത്തുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടേക്കെത്തൂല നിങ്ങൾ അടി, നിങ്ങൾ അടിച്ചോളി. അങ്ങനെ അടിച്ചു എന്ന് മാത്രമല്ല, യാ സയ്യിദു, അബൂ സുഫിയാൻ ആശ്ചര്യപ്പെട്ടിട്ട് ചോദിക്കുക, അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽ ആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി ഇൻദനാ മകാനക നദ്രിബു ഉൽഖഹു വ അന്നക ഫീ അഹ്ലിക. ഓരേ സയ്യിദേ, ഈ സ്ഥലത്ത് വെച്ച് നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടു, മുഹമ്മദിനെ ഞങ്ങൾ ഇവിടെ കിടത്തി, എന്നിട്ട് മുഹമ്മദിന്റെ പെരടി ഇങ്ങനെ വെട്ടുന്നു, അറുക്കുന്നു. നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ട് നീ ഭാര്യയുടെ മക്കളുടെ കൂടെ ഇങ്ങനെ സുഖിച്ചു കിടക്കുന്നു. എന്നാ നീ ഇഷ്ടപ്പെടുമോ? വല്ലാഹി 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 മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ വ ഇന്നി ജാലിസുൻ ഫീ അഹ്ലീ. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഞാനെങ്ങാനും എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ കൂടെ ഇരിക്കുന്നു, റസൂലുള്ളാഹിന്റെ കാലിലൊരു മുള്ളു തറച്ചു എന്ന് കേട്ടാൽ എനിക്കൊരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അബൂ സുഫിയാൻ മക്കക്കാരെ അമ്പരപ്പിച്ചുകൊണ്ട് പറയുന്നു, യാ അഹ്ല മക്ക മാ റഅയ്തു അഹദൻ മിനൻ നാസ് യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദുൽ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ഒരാളെയും കണ്ടിട്ടില്ല മുഹമ്മദ് നബിയുടെ മക്കള് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. തോറ്റു. അബൂ സുഫിയാൻ പറയാ, ഞാൻ തോറ്റു. മാ റഅയ്തു അഹദൻ മിനൻ നാസ്, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. സുബ്ഹാനല്ലാഹ്. നോക്കു നാട്ടുകാരെ, ഇതാണ് മഹാന്മാരൊക്കെ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ച്. പക്ഷെ നമ്മോട് ഒരു വിരൽ തുമ്പ് വേദനിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങളെ നമ്മുടെ ഖൽബിലൊന്ന് ഇറക്കി വെക്കണ്ടേ മുസ്ലിമീങ്ങളെ? എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ചെറിയ സഹായം അള്ളാഹുവിന്റെ അരികിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു തആല കാത്തുമാറാവട്ടെ. ഏത് നിർണായക ഘട്ടത്തിലും ഏതവസ്ഥകളിലും മാഷാ അല്ലാഹ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഏത് നിർണായക ഘട്ടങ്ങളിലും അവസ്ഥകളിലും ഈ ഒരവസ്ഥയാണ് സ്വഹാബത്ത് നെഞ്ചിലെത്തിയതെങ്കിൽ ആ ഒരു മനസ്സ് ഉണ്ടാക്കിക്കോളൂ എന്ന് സ്വഹാബത്ത് നമ്മോട് പറയുകയാണ്. പക്ഷേ നമുക്ക് കഴിയൂല.
നമ്മള് പാവങ്ങളാണ്. പക്ഷെ സാധുക്കളാണെങ്കിലും ഒരു കാര്യമുണ്ട് നാട്ടുകാരെ, ഒരു കാര്യമുണ്ട്. ഇദാ കാന ഹാദാ കാഫി റഞ്ചാഅദുഹു തബതദഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദാഇമാ യുഖഫഫു അൻഹു സുറൂരി ബിഅഹ്മദാ. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം നമുക്കുണ്ട്, നമുക്കൊരു വെറുപ്പും റസൂലുള്ളാഹിനോടില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിനെ അങ്ങേയറ്റം ആക്ഷേപിച്ചവനും നരകത്തിൽ കാലാകാലവും താമസിക്കുന്നവനുമായ ഒരു ദുഷ്ടനായ മനുഷ്യനാണ് അബൂലഹബ്. ദുഷ്ടനാണ്. റസൂലുള്ളാഹിനെ എത്ര ചീത്ത പറഞ്ഞ് കളിയാക്കി. പക്ഷെ റസൂലുള്ളാഹിനെ പ്രസവിച്ചപ്പോ, അന്ന് പെൺകുട്ടികളെ പ്രസവിക്കുന്നുവെങ്കിൽ ജീവനോടെ കുടിച്ചു മൂടും. ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കേട്ട ഉടൻ ഒരു വ്യക്തി ചെന്ന് പറയുന്നു, ആമിന ബീവി പ്രസവിച്ചു, എന്താണ് കുഞ്ഞ്? ആൺകുട്ടിയാണ്. ആൺകുട്ടി എന്നെന്ന് കേട്ടപ്പോ ഫതബസ്സമ, അബൂലഹബ് സന്തോഷിച്ചുപോയി. അത്താ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദാഇമാ യുഖഫഫു അൻഹു സുറൂരി ബിഅഹ്മദാ. റസൂലുള്ളാഹിനെ പ്രസവിച്ചപ്പോ ആൺകുട്ടി എന്ന് കേട്ടതുകൊണ്ട് സന്തോഷിച്ചുവെങ്കിൽ ആ മനുഷ്യന് എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിലെ ശിക്ഷ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുന്നുവെങ്കിൽ നബി കാന വാഹിദാ ബിഅഹ്മദ മസ്റൂറോ വമാതാ മുവഹിദാ. എപ്പോഴും ഹൃദയത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ഖൽബിലുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു തആല എത്ര സന്തോഷം കൊടുക്കും. നമ്മെക്കുറിച്ചല്ലേ പറഞ്ഞത്? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മുടെ ഖൽബിൽ ഉപ്പാപ്പ ഉണ്ടാവണം. അതിനുള്ള ഒരു അവസ്ഥയിലാണ്, അതിനുള്ളൊരു വടിയാണ് നമ്മുടെ സ്വലാത്തിന്റെ ഹൽഖ. ഞാൻ അതിനാണ് ഇത് പറഞ്ഞു. സ്വലാത്തിന്റെ മഹിമ നമുക്കറിയാം, ഉസ്താദുമാരും എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഞാനും അത് പറയാൻ വിചാരിച്ചുകൊണ്ട് തന്നെയാണ്, സാഹചര്യം പോലെ പറയും, അല്ലെങ്കിൽ നിർത്തും. നോക്കൂ നിങ്ങൾ, ഇതിന് റസൂലുള്ളാഹിനെ ഖൽബിൽ ഇറക്കി വെക്കാനാണ് സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ ഖൽബിൽ പതിയോ. വേറെ എങ്ങനെയാണ് നാട്ടുകാരെ? ബാക്കിയെല്ലാം അതിന്റെ ബിത്തബഅ, ബാക്കിയെല്ലാം ബിത്തബഅയി വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കം വെച്ചൽ മനുഷ്യ സഹജാണെന്ന് മലീമസമായ ചുറ്റുപാട്, മലീമസമായ വല്ലാത്തൊരു അവസ്ഥകളിലാണ്. പൊന്നാനി ഭാഗത്തൊക്കെ ഈമാനിന്റെ പ്രഭ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആ മുസീബത്തുകളൊന്നും ഉണ്ടാവില്ലെന്ന് പറയാം. ഇന്നൊക്കെ വിഷയത്തേക്ക് കടന്നൊക്കെ പ്രശ്നം തന്നെയാണ്. ഞാൻ ഈ അടുത്ത് ഒരു പള്ളിയിൽ ജുമാക്ക് കൂടി. നിങ്ങൾ ആ ഉറങ്ങുന്നവരൊന്ന് ഒന്ന് കേട്ടിട്ട് ഉറങ്ങിക്കൊള്ളിയത്. ചെറുപ്പക്കാരെ, പൊന്നാനിയുള്ള ചോരകളോട് ഞാൻ പറയട്ടെ, ഒരു ജുമാക്ക് പള്ളിയിൽ കൂടി. അപ്പോൾ രാജ്യര് മലപ്പുറത്തെ രാജ്യ അല്ലോ അല്ലോ എന്താണ് ആള് വിളിയൊരു ഔലങ്കരിന്നാണ് ഉസ്താദെ വിളിക്കുന്നത്. അല്ലോ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്താ ആചാര്യ ചോദിച്ചു, ആ കുട്ടിന്റെ പാന്റ് അതാ പറ്റ തീനിക്കണ ഉസ്താദേ. അപ്പൊ ഒരു വടിമ തട്ടിങ്ങ നിക്കണ്ടേ പാന്റെ, ബെൽറ്റ് ഒക്കെ കെട്ടിന ബെൽറ്റ് ഒരു വടിമ തട്ടിങ്ങ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആചാര്യ അതിപ്പത്തെ ഫാഷനാണ് ആചാര്യ. ഫാഷനാ? ഈ ആജി ചോദിക്കുകയാണെന്ന്, ഫാഷനാ? അതിപ്പത്തെ ഫാഷനാണ് ആചാര്യ. ഈ കോലത്തിന് ഫാഷനാ? നോക്കി നിങ്ങൾ, ജാഹിരിയ കാലത്ത് അങ്ങനത്തെ സംഭവമല്ല. ഞാൻ പറഞ്ഞ തിരിഞ്ഞ പൊന്നാനിയിലൊന്നും ഉണ്ടാവില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. സുലഭാണത്. നിങ്ങൾക്ക് മനസ്സിലായില്ല മക്കളെ. ചോട്ടക്കുട്ടികൾ നിങ്ങൾക്ക് നല്ല പെണ്ണിട്ടായിട്ട് വരക്കാം. ആ മക്കളൊക്കെ നോർത്തോളി, ചോട്ടക്കുട്ടികളൊക്കെ നോർക്കി. എന്താണിപ്പോ? അപ്പോഴാണ് എന്റെ മക്കളെ അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന തൗഫീഖ്, എന്റെ മുത്തഅല്ലിമീങ്ങളെ, പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന തൗഫീഖ്, അതും റസൂലുള്ളാഹിന്റെ മുവഫ്ഫഖായ ഒരു പേരക്കുട്ടിയിലൂടെ നിങ്ങൾക്കൊരു ഭാവി അല്ലാഹു തആല നൽകുമ്പോ നിങ്ങൾ നോർത്ത് നോക്കി. നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികളെ പറഞ്ഞ മനസ്സിലായ ഉസ്താദേ, ഞാൻ പറഞ്ഞു തിരിഞ്ഞ ആ വടി തിരിഞ്ഞ ഞങ്ങൾക്ക് ഒരു വടിമ തട്ടി ഇങ്ങനെ നിൽക്കണേ. വല്ലാത്തൊരു കാലം, വല്ലാത്തൊരു കാലം കേട്ട. ആചാരും ബേജാറായിരുന്നു ഈ വടിന്റെ കോലം കണ്ടിട്ട്.
എന്താണെന്ന് ജാഹിലിയാക്കാൻ അമുസ്ലിം മറ്റു മതവിശ്വാസികളിൽ പോലും ഇങ്ങനല്ല. നമ്മുടെ കുട്ടികളാണ്, നമ്മളെ കുട്ടികളാ നടത്തും. അവരുടെ ആ കോലം കണ്ടപ്പോ എവിടെയാ പേരൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാ ഇവർ 6 മാസം കൂടി കഴിഞ്ഞപ്പോ ഇവിടുത്തെ എത്താന്നുള്ളൂ വേണം. ഞാൻ ബടിയും കൂടി തെറിച്ച എന്താകുന്നു അതും പിടുത്തല്ല, ഒരു പിടുത്തില്ല. നീ എവിടേക്കായി എത്തുന്നത് നോക്കിങ്ങൾ. നിങ്ങൾക്ക് ഒരു വെറുപ്പൊന്നും എന്നോട് വേണ്ട. ഞാൻ ഇവിടെ തങ്ങൾത്താതൊക്കെ ഇരിക്കുമ്പോ അതുപോലെ ഉപ്പാപ്പ തങ്ങൾപ്പാപ്പൊക്കെ ഉള്ളപ്പോ എനിക്കൊരു പരിധി ഉണ്ട് പറയാൻ. കുറച്ചൊക്കെ അതിപ്പോ ഞാൻ നോക്കണല്ലോ. നിങ്ങൾ നോക്കിങ്ങള് ഈ ചില പണ്ട് കാലത്തെ നമ്മുടെയൊക്കെ അടിവസ്ത്രം, ഞാനത് അങ്ങ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഉസ്താദെ. ഈ ജഡ്ഡി എന്നൊരു സാധനം ഉണ്ട്, അത് ഭൂമിയിലുള്ള സാധനം തന്നെയാണത്. ആ വസ്തുവൊക്കെ അലക്കിയാൽ ബാത്റൂമിലാണ് സൂക്ഷിച്ചിടുക, അല്ലെ അലക്കാനിടുക. അതൊന്നും മൈക്കിലൂടെ പറയാതെ കാര്യമില്ല, കാലപ്പം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതൊക്കെ ബാത്റൂമിൽ അലക്കിടും. 4 മനുഷ്യൻ വരുന്നത് കണ്ടവിടെ തോർത്തുമുണ്ടേറ്റത് പൊതിയും, അടച്ചു വെക്കും. മാഷാ അല്ലാഹ്, അതൊരിക്കലും മനുഷ്യന്മാരുള്ള ഏരിയയിൽ ഇങ്ങനെ അലക്കി അങ്ങനെ ഉണ്ടല്ല, മറ്റേ സ്രാബ് മോഡലോ അല്ലെങ്കിൽ എന്താ വേറെന്തല്ല, ഒരു മക്കളെ വേറൊരു പേരാറുണ്ടല്ല, അങ്ങനെ അതുകൊണ്ട് അത് തൂങ്ങി കളിക്കുന്ന പോലെ തൂക്കിടൂലാരും. വേറെ ലജ്ജ വേറല്ല, അതൊക്കെ ഒരു ലജ്ജല്ലാത്തിന്റെ അടയാളം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു അവസ്ഥ അത് പള്ളി, അത് ബാത്റൂമിലും അല്ലാത്ത സ്ഥലത്തൊക്കെയാണ് സൂക്ഷിച്ചു വരും. ഇന്ന് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പള്ളിയിൽ അങ്ങ് ചെന്ന് ജുമാക്കൊക്കെ പോയാലേ, അഥവാ നമുക്ക് നിസ്കരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലട്ടാ പൊന്നാനിയില് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു കുട്ടി മുമ്പിലുണ്ട്, അവൻ റുക്കുവിലേക്ക് അങ്ങ് പോകുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുജൂദിലേക്ക് കൂടെ അങ്ങ് പോയാലോ പേന്റെ ഒരു ഭാഗത്ത് ജഡ്ഡി, വേറെ ഭാഗത്തൊരു ഭൂലോകം, ആഫ്രിക്കൻ കാട് പോലെ. എന്താണ് എന്റെ മക്കളെ, നിങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയൂലട്ടാ. ഇത് നമ്മുടെ ഭൂമിയിലില്ലേ? ഞാൻ ഈ പറഞ്ഞങ്ങനെ ഇവിടെ എത്തിയിട്ടില്ല അല്ലെ? എത്തി നിങ്ങൾ കാണാറ്റാണ്, നിങ്ങൾ 1 ദിവസം പോയിരിക്കണ്ടാവും, അതാ സംഭവം. ഞങ്ങളെ നോക്കി എത്രയാണ് വെള്ളിയാഴ്ചകളിൽ ഞാൻ അത് നിർത്തിയിട്ടാ. നിങ്ങൾ ഷറഹ് നിങ്ങൾ എഴുതിക്കാൻ, ബാക്കി ഷറഹ് നല്ലോണം എഴുതിയൊന്നു, നിങ്ങൾ നല്ല വിശദമായിട്ടൊന്ന് എഴുതിക്കാണ്. എന്താണ് എന്റെ ജേഷ്ഠാനുജന്മാരെ കേൾക്കുന്നത്? അകത്തെ പള്ളിയിൽ ജഡ്ഡി പ്രദർശനം. എന്റെ അനുജാ, പടത്തറപ്പിന്റെ വീടല്ലടാ. ആ ബാത്റൂമിലൊക്കെ സൂക്ഷിക്കേണ്ടുന്ന വസ്തു അകത്തെ പള്ളിയിലൊക്കെ ഈ രൂപത്തിൽ ജഡ്ഡി പ്രദർശനം എന്ന് പറഞ്ഞ എന്തിനു പറ്റും മക്കളെ? എന്താണ് എന്റെ യുവാക്കളെ? ഞാൻ കാലത്തിന്റെ അവസ്ഥ പറഞ്ഞതാ, ചെറുപ്പക്കാരെ ഞാൻ മോശാക്കി പറഞ്ഞതല്ല. അല്ലാഹു തആല നമ്മുടെ കുട്ടികൾക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ, ചെറുപ്പക്കാരായ മക്കൾക്കൊക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. എന്തായാലും ഇവിടെ എന്റെ ഉപ്പമാരെ റസൂലുള്ളാഹിനെ ഖൽബിൽ ഇറക്കി വെച്ച അറിയാതെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്ത കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, രക്ഷപ്പെട്ട ആളുകള്. അപ്പൊ നമുക്ക് നല്ല സഹായങ്ങൾ നിർണായക ഘട്ടത്തില് നോക്കൂ. നിങ്ങൾ അബൂജഹൽ ലഅനത്തുല്ലാഹ്, കാട്ടുകള്ളൻ പഹയൻ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ നിർത്താൻ കേട്ടാ, 11:30 മണിക്ക് നമുക്ക് നിർത്താൻ. എത്രയായി? 11:30 ആയില്ലേ? അത് ശരി, എന്നാ 10 കൂടി 11:40 11:40 ഈ ഒരു 10 കൂടെയാണ് പോവുക. അങ്ങനെ 11:40 നമുക്ക് നിർത്താം. ഞാൻ പറയുന്നത് അബൂജഹൽ ഉറക്കത്തല്ലി കാട്ട് കള്ളന്റെ പേരായി പറയുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു സ്ലോഗനം പറഞ്ഞൂടെ? പഹയൻ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. എന്താണ് ഞാൻ അങ്ങനെ ശക്തി പറയണറിയാ? ആ കാട്ട് കള്ളനാണ് റസൂലുള്ളാഹിന്റെ തലക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ചത്. പിന്നെ കള്ളൻ പറയേണ്ടേ? കാട്ടുകള്ളെന്ന് പറയണ്ടേ? റസൂലുള്ളാഹിന്റെ തലക്ക് 100 ഒട്ടകം. സുബ്ഹാനല്ലാഹ്. ആരാടി മുഹമ്മദിന്റെ തലയെടുത്ത് വരുന്നത്? അവർക്ക് എന്റെ വക 100 ഒട്ടകം മക്കക്കിടിലം കൊള്ളുകയാണ്. അപ്പോഴാണ് അന്ന് ഉമർ എഴുന്നേറ്റു. അന്ന് മക്കയിൽ ഒരു ധീരനായിരുന്നു ഉമർ. എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന എനിക്ക് 100 ഒട്ടകം കിട്ടും. നഅം, നിങ്ങൾക്ക് 100 തികച്ചും കിട്ടും, 100 തികച്ചു കിട്ടും. ഉമർ അങ്ങോടിയും മുസ്ലിമീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയെടുക്കാൻ മക്കയിലെ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആവേശഭരിതനായി ഉമറാണ് ഓടുന്നത്. അബൂജഹൽ ഇങ്ങനെ കുലുകിച്ചിരിക്കുന്നു. ഇപ്പൊ കുലുക്കി സർവത്ത് ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ പൊന്നാനിയിലെത്തിയിട്ടില്ല. കുലുക്കി സർവത്ത് 2 സർവത്താണ്. കുലുക്കി സർവത്തും സുബ്ഹിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ റോട്ടിറങ്ങി നോക്കി, ഇവിടെ പൊന്നാനിയിലൊന്നും ഉണ്ടാവില്ല.
ഞാനിപ്പോ ഇവിടെ ഒന്നും കാണൂല. ഞങ്ങളൊക്കെ ഈ വാദമൊക്കെ കഴിഞ്ഞിങ്ങനെ പോയാലേ, വാദമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്തുമ്പോ കാണാ സുബഹിസ്കാരം കഴിഞ്ഞ റോട്ടിൽ മുഴുവനും കുരുങ്ങി സർവത്ത് കുരുങ്ങികള്, കുരുക്കിപ്പെണ്ണുങ്ങള്, ആകെ റോഡ്സുകൾ കുരുക്കിപ്പെണ്ണുങ്ങളാ. എന്താന്നറിയ ലെഫ്റ്റ് റൈറ്റ് മോഡല് ഇവിടെ പൊന്നാനി ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ടാ. നിങ്ങളൊന്ന് മൂളിപ്പടപ്പാളെ, നിങ്ങൾ ആരോട്ടും മുണ്ടിടൂലല്ല. കുരുക്കി സർവത്ത് മോഡലാ, കുരുക്കിപ്പെണ്ണുങ്ങൾ ആകെ. ഞാൻ പറഞ്ഞില്ലേ സുബ്ഹാനല്ലാഹ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാലേ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ റോഡായ റോഡ് മുഴുവൻ പെണ്ണുങ്ങളെ പെൺപടാ, നമ്മുടെ മുസ്ലിം പെൺകുട്ടികളാ. വിഷയം തരാ, ഡോക്ടർ പറഞ്ഞത്ര നടക്കാന്, ഡോക്ടർ പറഞ്ഞ് നടക്കാന്. ആ നല്ല ഭാഷയിലെ ഡോക്ടർ എന്ന് കലയാക്കി പറഞ്ഞ നടക്കാൻ പറഞ്ഞു. എന്റെ പെങ്ങളെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ബശ്ശിറിൽ മശാഈ, നടക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണേ. നടക്കുന്ന ആളാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കണേ. പോലെയുള്ള ഗ്രന്ഥത്തിൽ പറയുന്നു, ഈമാനുള്ള മുസ്ലിമീങ്ങളെ ഒരു ദിവസത്തിൽ അല്പമെങ്കിലും നടക്കണേ, അത് പുണ്യമുള്ള അമറാ. ഖാല റസൂലുള്ളാഹി, ഉറക്കച്ചൊല്ലി, ഖാല റസൂലുള്ളാഹി, എല്ലാ ദിവസവും കുറിച്ച് നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പറയുന്നത് എനിക്ക് അർഹതല്ലട്ടാ, അർഹനല്ല, മടിയനാണ് ഞാനും മടിയനാണ്. വാദൊക്കെ കഴിഞ്ഞ് സുബീക്കെത്ത പിന്നെ ഇങ്ങനെ നടക്കാനൊക്കെ ഒരടങ്ങാറാണ്. നിങ്ങൾ ദ്വാരക്ക്, എനിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കും ദ്വാരക്കാം. അങ്ങനെ ആക്ക നടക്കാൻ. വിട്ട മദീന പള്ളിയുടെ അകലിൽ നിന്നൊരു സ്വഹാബി വന്നിട്ട് നബിയെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുമ്പേ ഹംദ എന്തേ മോനെ ചോദിച്ചു. എന്താ എത്ര വലിയൊരു ഹംദ്, ഞാൻ പള്ളിന്റെ തൊട്ടടുത്തല്ല കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തിനു ചോദിച്ചു, എന്നാ ഞാൻ എപ്പോഴും പള്ളിക്ക് വരാലോ, അടുത്തടുത്താകുമ്പോ, പള്ളിന്റെ അടുത്താകുമ്പോ. അപ്പൊ കുറെ ആയി ഒരു ആശയാണ്, ഓരോ നിങ്ങളുടെ വീട് പള്ളിയെ തൊട്ട് അകലെയാണോ, അത് വിൽക്കല്ല മോനെ, അത് വിറ്റിട്ട് പള്ളിയുടെ അടുത്ത് വന്നാലോ നടത്തം കുറയുമല്ലോ. 5 വക്തിലും വിട്ടാട് വീടെങ്കിൽ നിങ്ങൾ നടത്തം കൂടിപ്പോകും. അത് വല്ലാത്ത റഹ്മത്താണ്. ആരോഗ്യം അല്ലാഹു തരും, ഇബാദത്തിന്റെ ഉത്സാഹം അല്ലാഹു നൽകുന്ന ഒരു ഉന്മേഷം അല്ലാഹു നൽകും. നടത്തം കുറക്കല്ല സ്വഹാബികളെ. ഖാല റസൂലുള്ളാഹി, ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ കുട്ടികളാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പക്ഷേ ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്, സഫാ മർവയുടെ അടിയിലൂടെ നടക്കുന്ന ഓടുന്ന സ്ഥലമുണ്ട്. ഹാജറ ബീവി വെള്ളം കിട്ടാതെ ദാഹിച്ചു ഓടിയതാ. അവിടെ പുരുഷന്മാരൊക്കെ ഓടണം, പെണ്ണിനോടൽ സുന്നത്തില്ല. പെണ്ണോടാൻ നിൽക്കരുത്. എന്താ, അവൾക്ക് ലജ്ജ വേണം. എന്നതുപോലെ സുബഹിക്ക് നടക്കണം. സുബഹി നിസ്കാര ശേഷം ഉത്തമരെ പൊന്നാനി പള്ളിയിൽ ജമാഅത്തിൽ കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങനെ നടക്കി ഉപ്പമരെ ഒരു അരമണിക്കൂർ. എന്തൊരു ബർക്കത്താണെന്നറിയോ, എന്താരോഗ്യമാണ് അല്ലാഹു നൽകുന്നത്. യോഗം നടത്തത്തന്നെ രക്ഷപ്പെടുത്തും. നടക്കുപ്പമാരെ നിങ്ങൾ സുബഹിക്ക് ശേഷം യുവാക്കളെ നടത്തമുള്ളവർക്ക് യോഗങ്ങൾ പെട്ടെന്ന് വരില്ല. അല്ലാഹു തആല കാവല് കൊടുക്കുമെന്ന്. അത് പെണ്ണിന് നടക്കാം. പക്ഷേ പെണ്ണുങ്ങൾ ഇങ്ങനെ കുരുക്കി സർവത്തുമോടെ നടക്കാൻ പറ്റുമോ? അവിടെയാ പ്രശ്നം. ഇത് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും കുരുങ്ങി സർവത്തുമോടെ നടക്കനെ കാണുന്ന അങ്ങാടികളിൽ അല്ലോ മനുഷ്യന്മാർക്ക് എങ്ങോട്ടും നോക്കാൻ വയ്യ, എങ്ങോട്ടും നടക്കാൻ വയ്യ. ചില കുട്ടികൾ പറയേ, ചില ചെറുപ്പക്കാര് പെണ്ണ് നടക്കാൻ പോയിക്കാണേ, ചായഞ്ഞിപ്പാള് വന്നിട്ടേ കിട്ടുള്ളൂ, 1 മണിക്കൂർ നടക്കും അവള്. പൊതു ചെറുപ്പക്കാരെ നടത്തപ്പ എന്താ ചൊറുക്കിനെ നടത്തല്ല. അപ്പുറത്ത് ഏതോ ഒരുത്തം വാട്സപ്പിലൂടെ സംസാരിച്ചിട്ടുണ്ട്, നീ രാവിലെ എവിടെ നടന്നു വരും, എവിടെ നിൽക്കുക, ഞാൻ അവിടെ ഉണ്ടാവും. ഈ അടുത്തങ്ങനെ ഒരു പെണ്ണ് നടന്നിട്ടേ അവള് ചാടിപ്പോയി. കേട്ടോളി വേണമെങ്കിൽ
നമ്മുടെ മലയാള മണ്ണിൽ ഞാൻ റസൂലുള്ളാന്റെ എന്റെ നേതൃത്വത്തെ ഇരുത്തിയിട്ട് ഞാൻ കൂടെ പറയാം, വേണമെങ്കിൽ കേട്ടോളി. എന്റെ പെണ്ണ് നല്ല നടന്ന് വേറൊരുത്തന്റെ കൂടെ അങ്ങ് ചാടിപ്പോയി. അപ്പടാ പോയി പെണ്ണ്. ഈ പാപ്പാതോർക്കണം ഉസ്താദേതോർക്കണം ആദ്യം നടത്തിക്കുമ്പോ നോക്കേണ്ടിയിരുന്നു 1 മണിക്കൂറേ. അത് കാരൂരി വിടല്ലേ. എന്റെ പെങ്ങളെ, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, നിങ്ങൾ നടന്നോളേ. നിങ്ങളുടെ വീടിന്റെ പരിസരത്തെ സാഹചര്യം നോക്കുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടുന്ന വിധത്തിൽ നടക്കണേ പെങ്ങളെ. ഞാനതിൽ ഒതുക്കുകയാണ്. അപ്പോ ഞാൻ ആ കുലിക്ക് സർവത്ത് പറഞ്ഞപ്പോ പാളിപ്പോയതല്ലേ. കുലുങ്ങി നടക്കുകയാണ്, നിങ്ങളത് കാണാത്തോണ്ടാ. അത് രാവിലെ നടന്നു നോക്കി, നിങ്ങൾ അതിനായിട്ട് നടക്കുന്നു മട കാണാനുള്ളൂ. കുലുങ്ങി സർഗത്തും മുടങ്ങാൻ നടക്കുന്ന പെണ്ണുങ്ങളെങ്ങനെ കാണാം. അല്ലാഹു തആല കാക്കട്ടെ. ഞാനത് വെറുതെ പറയട്ടെ, പൊന്നാനി ഭാഗത്ത് ഇല്ലാത്തോണ്ട് പെണ്ണുങ്ങൾ നടക്കാൻ തുടങ്ങി. ഇവിടെ ആരും മിണ്ടലില്ലല്ല. മക്കളെ ചെറുപ്പക്കാർ കുട്ടികളൊന്നും ഓളി പടപ്പാളെ എന്താ ഒന്ന് പറയാചാര്യ, ഉറക്ക പറയാചാര്യങ്ങളെ, നിങ്ങൾക്ക് അള്ള ആഫിയത്ത് തരട്ടെ. നിങ്ങളൊന്ന് പറയും പൊന്നാരാചാര്യ. കുലുക്കി സർവത്തോട് കുലുക്കി പെണ്ണുകൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ പാഴ്ന്ന് പറയേണ്ട കാലം തന്നെയാണ്. പോകട്ടെ, ഞാൻ ഇപ്പൊ അത് പറയുന്നത്. ഇവിടെ നമ്മൾ വിഷയെത്തിയത് വിഷയം ഇപ്പൊ പാളിയേ. അതെ, വിഷയം പാളിട്ട ഇല്ല, ഞാൻ മലപ്പുറം ഒരു നീയത്തിച്ച് പറഞ്ഞതാ. നോക്കി നിങ്ങൾ അബൂജഹലിന്റെ അതാണ് പറഞ്ഞത്. അബൂജഹല് 100 പ്രഖ്യാപിച്ചപ്പോ അബൂജഹൽ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നേ. അതാ ഞാൻ പറഞ്ഞേ. അപ്പോഴാ കുലുക്കി സർവത്തേക്ക് പോയത്. അത് ഒരു നീയത്ത് വെച്ച് പോയത് തന്നെയാണ്, വെറുതെ അങ്ങ് പാളിയതൊന്നല്ല. അങ്ങനെ ഏതാരാവട്ടെ, അബൂജഹൽ വീട്ടിൽ വന്ന് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നു. അപ്പൊ ഭാര്യ ചോദിക്കാൻ, എന്റെ നീതി കിട്ടിയ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കാന്? അപ്പൊ അബൂജഹൽ പറയടി, ചിരിക്കാതിരിക്കോ, ഉമർ ഇപ്പൊ പോയിട്ടുണ്ടടി. എന്തിന്? മുഹമ്മദിന്റെ തലയെടുക്കൽ ഇപ്പൊ വരടി. 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ വരും തലയെടുക്കും. എന്താണ് ആ പയ്യന്റെ സന്തോഷം? നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുന്നു. നിങ്ങളെങ്ങനെ ഇരുന്നോളി തലത്തിട്ട്. അബൂജഹൽ ഇവിടെ കുലുങ്ങിച്ചിരിക്കുക, നിങ്ങളെങ്ങനെ ഇരിക്കും ചെയ്തു, ഞാൻ അങ്ങനെ നിൽക്കും ചെയ്യാം. നോക്കി നിങ്ങൾ അബൂജഹൽ വരുന്നുണ്ട്, നിർത്താനയക്കുന്ന അടയാളാണ്. അപ്പൊ ഞാൻ പറയുന്നതേ കഴിക്കട്ടെ. അബൂജഹൽ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നു. അപ്പൊ ഭാര്യ ചോദിക്ക, എന്റെ പെങ്ങനെ ചിരി? എടീ, മുഹമ്മദിന്റെ തലെടുത്തിട്ട് ഇപ്പൊ വരും. അപ്പൊ ഭാര്യ ചോദിക്ക, നിങ്ങൾ എന്താ ഉമറിന് കൊടുക്കാന്ന് പറഞ്ഞു? 100 ഒട്ടകടി. 100 ഒട്ടകം പറഞ്ഞപ്പോ ഉമറങ്ങ് എഴുതിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഭാര്യ ചോദിക്കാൻ, 100 ഒട്ടകം പോയി 10 ഒട്ടകം നിങ്ങളുടെ കയ്യിലുണ്ടാ? ഉള്ള 10 പാവങ്ങളുടെ കട്ടുകൊണ്ടുവന്നല്ലേ? ഈ ഭാര്യയും ഭർത്താവ് എല്ലാ രാഷ്ട്രീയം പുറത്തടിക്കുമല്ലോ. അപ്പൊ ഉള്ള 10 പാവങ്ങൾ കട്ടുകൊണ്ടുവന്നതില്ലേ? മിണ്ടാതിരടി. അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാ. ഉമറിങ്ങനെ വരട്ടെ തലയായിട്ട്. ഉമറിനങ്ങ് പൊട്ടിയിട്ട് മക്കയിലെ ഒന്നാമെന്നങ്ങ് പറഞ്ഞ പിന്നെ ഒട്ടകൊന്ന് കൊടുക്കേണ്ടി വരുള്ളടി. അപ്പൊ ഭാര്യ പറയാ, ഭാര്യ തന്ത്രമുള്ള പെണ്ണാ, അബൂജഹലിന്റെ പെണ്ണല്ലേ. അപ്പൊ പെണ്ണ് പറയാ, ഉമറാണാ പോയിരിക്കുന്നത്. പൊക്കിയ പൊങ്ങുന്ന സാധനല്ലട്ടാ, പൊക്കിയ പൊങ്ങുന്ന സാധനല്ല. ഉമറിങ്ങനെ വരും തലയായിട്ട്. എന്നിട്ട് 99 ഒട്ടകങ്ങൾ കൊടുത്തു. അവങ്ങനെ എണ്ണി 99ആയി. 100ാമത്തൊന്ന് കുറവുണ്ടെങ്കിൽ 2ാമത്തെ തല ഉമർ കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ അബൂജഹലെ നേരം എടുത്തത് അപ്പോഴാണ്. അബൂജഹൽ കണ്ണുറുതിയതേ. അബൂജഹൽ വെറുതെ അങ്ങനെ പൊക്കിയ പൊങ്ങണ സാധനല്ല. ചില ആളുകളെ കണ്ടത് പൊക്കിയാ മതി, ആചാര്യല്ലെങ്കിൽ നാടുണ്ടോ ആത്തായിട്ട് പോകാം. എത്ര ദർശനത്തുന്ന ഉസ്താമാരുണ്ടറിയാം. ആചാര്യല്ലെങ്കിൽ നാടുണ്ടാ, ഇനി അടുത്ത മാസം ഒന്നും കൂടി. ആചാര്യല്ലെങ്കിൽ ഭൂമിണ്ടാ, ഇനി 2 ദിവസം പിന്നി പോകും. അങ്ങനെ ഷാബാൻ വരെ. ഷാബാനക്ക് ദർശനത്തി അല്ലല്ല, മക്കളെ നമുക്ക് പോവുക, ഈ ഫസാദിന്റെ അടി നമുക്ക് പറ്റൂല, പോവുക എന്നറിയും. എത്ര ഉസ്താദുമാരൊന്നും ചില ഹാജിമാരെ കണ്ടല്ല, ഹജ്ജ് ചെയ്ത ഇത്ര അദാബ് വേറല്ല. നോക്കൂ നിങ്ങൾ, ചില ഹാജി എന്തറിവിൽ തന്നെ ഒരു ഹാജി ഉണ്ട്, അവിടുത്തെ ദിവസം പോയി ഒക്കെ പോയി. ഞാൻ എല്ലാ കൊല്ലം വരാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കുമ്പോ ദർശില്ല. അപ്പൊ എന്താണ് ഒരു മാണിക്കക്കല്ല് ഹാജിന്റെ ഭാഗത്താണ് ദർശ് പോയത്. മാണിക്കക്കല്ല് ഹാജിന്റെ എന്താ മാണിക്കക്കല്ല് ഹാജി അറിയങ്ങള്? അയാള് കൊടുത്ത സമയമില്ലേ, കാമത്തെടുക്കാനല്ലേ? മുക്കുർക്കും സമാധാനം ഉണ്ടാവില്ല, ഇമാമിനും സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്താ സമയമില്ലേ? അപ്പൊ ആചാര്യ ഇനി 2 മിനിറ്റ് ഉണ്ട്, നിങ്ങൾ ഈ കാമത്തൊടിക്കുന്നു. ഇയാളെ പണി അതാണ്.
അങ്ങനെ ഒരിക്കൽ ഇമാം ഉസ്താദിന് വല്ലാതെ ചൂടായി. അപ്പൊ എന്താ നിങ്ങള് ആരോ വന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു അതിഥി വന്നു. അപ്പൊ സംസാരിച്ച് 1 മിനിറ്റ് കുറഞ്ഞു, 1 മിനിറ്റ് കൂടി. എന്നിട്ടങ്ങോട്ട് പറയാ, മൊയ്ലരെ 1 മിനിറ്റാ കൂടിയതിട്ടാ. അപ്പൊ നാടിന് വേണ്ടിയിട്ട് സംസാരിച്ചാണത്. ഏതായാലാവട്ടെ ഇയാള് സലാം വീട്ട ഉടനെ ആ കട്ട ടോർച്ച് ഉണ്ടാവും മക്കളെ, പണ്ടത്തെ കട്ട ടോർച്ച്, ആ ടോർച്ചൊക്കെ കണ്ടാൽ നല്ല സൂചിച്ചോളി. കട്ട ടോർച്ചും പിടിച്ചിട്ടങ്ങ് പാഞ്ഞില്ല ഇയാള്. അങ്ങനെ ജമാഅത്ത് പള്ളിയിൽ പോയി, വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സുഖമായി കടന്നു. 9:15 ആണ് ഇറങ്ങിയത്. കൂർക്കം വലിച്ചുറങ്ങിയ, കൂർക്കം വലിച്ചിട്ടും ഒരു 5:30 മണിക്കാ ബാങ്കെങ്കിലും 4:45 എഴുന്നേറ്റു. അവന് കുളിച്ച് 5 മണിക്ക് പള്ളിയിലെത്തിയിട്ട് ലൈറ്റൊക്കെ വിട്ടിട്ട് ചെരുവില് കുറെ കുട്ടികളെ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മദീന പള്ളിയിൽ തുടക്കം കുറിച്ച ദർസിന്റെ മക്കളാണ് കിടക്കുന്നത്. ഓർക്കണം നമ്മളൊക്കെ എത്രയാണെങ്കിലും റസൂലുള്ളാഹിന്റെ മക്കള് മദീന പള്ളിയിൽ മുത്തുനബി തങ്ങൾക്ക് കുളിർമ വന്നപ്പോ തുടങ്ങിയ ഒരു ദർസിന്റെ സന്തതികൾ ഓരോ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോ പോരായ്മകളുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ കുട്ടികളാണത്. അപ്പൊ അവരിങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഈ ആജി നോക്കിങ്ങള് ആരാണ്ടത് മുടിഞ്ഞിട്ട് മലച്ചട്ടി കിടക്കണണ്ടാ. സുബഹിക്ക് 5 മണിക്ക് ഈ കുട്ടികളൊക്കെ 1 മണിക്കാ ഉറങ്ങിയിട്ടുള്ളതെന്ന്. 12 മണിക്കൊക്കെ ഉറങ്ങിയ മക്കളുണ്ട്. ആറാണ്ടത് മുടങ്ങിയിട്ട് മലച്ചട്ടി കിടക്കുന്നുണ്ടാ. എന്നിട്ട് അവർ കുട്ടി പാവുന്നൊരു സാധു കുട്ടി, ഇയാൾ ഒച്ചപ്പാടെ ഇവിടെ കിടക്കുന്നു. അവർ കുട്ടി എഴുന്നേറ്റ് നോക്കി, അവർ പുലിന്റെ മുഖം പോലെ, ഒരു പുലിന്റെ മുഖം പോലെ. അപ്പൊ എന്താണ് അവിടെ? ആ കുട്ടി എന്താ ഓടിയെന്ന്? ആ കുട്ടി ഓടി പ്രശ്നം എടുത്തിട്ട് ഔദന്തരികില്. അപ്പൊ ഔദന്തരി പോയിട്ട് പറയണ് ഈ യാചന എനിക്കറിയാന്ന്, അതുകൊണ്ടായി എങ്ങനെ പറയണം, ഇവിടെ ആ കുട്ടി മൂത്രമൊഴിച്ചു. ചെറിയ കുട്ടി മീസാൻ കുട്ടിയാണേ. ആ കുട്ടി മൂത്രമൊഴിച്ചു. അല്ലോ, അങ്ങനെ നിങ്ങൾ ആലോചിച്ചോക്കെ നിങ്ങള്. അപ്പോഴാണ് ഉസ്താദ് റൂമിന്ന് ഈ ശബ്ദം കേട്ടിട്ടേ പന്തയും മക്കളൊക്കെ കടത്തി ഉറക്കിയിട്ട് 12-1 മണിക്ക് ഉസ്താദ് ഉറങ്ങിയിട്ടുള്ളത്. ആ ഉസ്താദ് ഇയാൾ ഔദന്തരിയിൽ ഒച്ചപ്പാടിട്ട് എഴുന്നേറ്റു. അപ്പൊ വിഷയം നോക്കുമ്പോ എന്താ ഇയാളെ ജദ്ബിന്റെ ആരാണ്. അപ്പൊ എന്താ ഉസ്താദ് വന്നിട്ട് പറഞ്ഞ, മക്കളെ അല്ലോ സുബീസ്കരിച്ചൊക്കെ ഉസ്താദ് എഴുന്നേറ്റു. എന്നിട്ട് നമ്മളെ ആചാര്യമില്ലെങ്കിൽ നമ്മളെ ദിവസം ഉണ്ടാകും ഇവിടെ. അൽഹംദുലില്ലാ, ആചാര്യക്ക് അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ ആചാര്യെ കൊണ്ടാണ് നമ്മൾ ഈ ദർശനമൊക്കെ നിൽക്കുന്നത്. അപ്പൊ എന്നിട്ട് ഉസ്താദ് പറയാം, ഷാബാൻ വരെ മക്കളെ എങ്ങനെയും ദ്വാരത്ത് അങ്ങനെ പോകുക, ഷാബാൻക്ക് നമുക്ക് മുങ്ങട്ടാ. ഉസ്താദ് പറഞ്ഞതാ. അങ്ങനെ ഈ കുട്ടി ആഴ്ച പോയി. ആ ആഴ്ച കുട്ടി നാട്ടിൽ പോയി. എന്നിട്ട് ഉമ്മാനോട്, ഉമ്മ നിങ്ങൾ ഇന്നെ കൊന്നാലും ശരി ഉമ്മ, എന്നെ പള്ളിക്ക് വിടരുത്തിട്ട, പള്ളി ദർശനം പോലെ അവിടെ ഒരു പുലിയുണ്ട് ഉമ്മ. ഔദങ്കരിയിൽ ഒരു പുലിയുണ്ട് ഉമ്മ. ഒരു മീസാൻ പഠിക്കുന്ന കുട്ടിയെ പറയുന്നത്. ആ പള്ളിയിൽ നിന്ന് ദർശനം പോയിന്ന്. ഇപ്പൊ പള്ളിയിൽ ദർശനമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആജിനൊക്കെ ഒന്ന് പൊരിക്കുലിട്ടിട്ട് ഈ ഹാജിനല്ല കുടുവെന്ന് ഞാൻ ആരോടായി കളിച്ചത്? സുബ്ഹാനല്ലാഹ്, അങ്ങനെ കുറെ ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നപ്പോ എന്താ നിങ്ങള് ചില ആളുകളെ സുബ്ഹാനല്ലാഹ് പൊക്കിയാലങ്ങ് പൊങ്ങുന്നു. ചില ആളുകൾക്ക് ഒരു മദർസ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ ആ ഉസ്താദിന്റെ അറസ്റ്റ് എത്ര ഇഷ്ടം പാരല്ല. ഒരു മെമ്പറായി കിട്ടിയാൽ മതി. എന്നാ പിന്നെ തുടങ്ങി, എന്നാ പിന്നെ ഒരു ഉസ്താദിന്റെ അറസ്റ്റ് നാം വല്ല വഴിയുണ്ടോ, ഒരു മുതഅല്ലിമിന്റെ അറസ്റ്റ് നാം വല്ല വകുപ്പുണ്ടോ എന്നുള്ളതാണ്. ഇരിക്കട്ടെ, ഞാൻ വിഷയം പാടുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എവിടെ എത്തിപ്പോ എവിടെ എത്തി നിങ്ങൾ മറക്കുകയാണല്ലോ. അപ്പോഴേക്ക് ഞാൻ അടാന്ന് വിളിച്ച ആജിനെ ഓർമ്മ വന്നതാണ്. ആ ചോരക്കുട്ടി മൂത്രമൊഴിച്ച കണ്ടിട്ടേ ആ ദർശനം പോയി ഇപ്പൊ അവിടെ നിന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഏതായാലാവട്ടെ, നിങ്ങൾ ആലോചിച്ച് വെക്കണമെന്ന് 25 കൊല്ലം ഉസ്താദ് അവിടെ നിന്നിട്ടേ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആജിനെ കൊണ്ട് വേറെ ഉസ്താദ്, ഉസ്താദല്ല വേറൊരു ഉസ്താദ് 25 കൊല്ലം അവിടെ നിന്നു ഖത്തീബായിട്ട്.
സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ നാവ് കൊണ്ടാണ് പള്ളി മദ്രസ എല്ലാം ആ നാട്ടുകാരെ ഗൾഫിക്ക് വിളിച്ചിട്ട് നാട്ടിൽ കൈയിട്ടിട്ട് അങ്ങനെ കാണിച്ചിട്ടൊക്കെ ആ ഉസ്താദിനെ കൊണ്ട് നാട്ടുകാരെ ഉപ്പാപ്പാന്റെ ചാരത്ത് വെച്ചിട്ട് ഒരു അനുഭവം ഞാൻ ഇവിടെ പറയണ കേട്ടാ. അങ്ങനെ ഈ ഉസ്താദ് 25 കൊല്ലം നിന്നു. അയാള് അവിടെ വന്നപ്പോ ഓടിട്ട പള്ളിയാണ്, ഒരു ഓടിട്ട പള്ളി, മദ്രസ അല്ല, പള്ളിന്റെ ചെരുവിൽ തന്നെ മദ്രസയൊക്കെ. അങ്ങനെ ഈ ഉസ്താദ് മോനെ അപ്പൊ എന്താ നാട്ടിലെത്ര കുട്ടികൾ ഗൾഫിൽ പോയിട്ടുണ്ട്, ആ കുട്ടികൾക്കൊക്കെ വിളിച്ചു, മക്കളെ അടുത്ത ശനിയാഴ്ച ഏട്ടാ ശമ്പളം കൊടുക്കാനല്ലട്ടാ, നിങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒരു 5000 റുപ്യ അയച്ചേരിട്ടാ. ഈ ഉസ്താദ് അങ്ങനെ ഇവിടെ പള്ളി ഉണ്ടാക്കിയത്. ആ ഉസ്താദ് അങ്ങനെ കഷ്ടപ്പെട്ട് കമ്മിറ്റിക്കാരൊക്കെ സോപ്പിട്ട് മാക്കിയിട്ട് മദ്രസ ഉണ്ടാക്കിയത്. അൽഹംദുലില്ലാഹ്, പള്ളി ഉദ്ഘാടനം വലിയ ആഡംബരത്തോടുകൂടെ പള്ളി ഉദ്ഘാടനം നടക്കുകയാണ്. ഈ ഉസ്താദിന്റെ സന്തോഷത്ര ഉണ്ടാവില്ലേ, നല്ല മാർബിൾ, വലിയ മാർബിൾ വെച്ച വലിയ വാർപ്പ് പള്ളി. അങ്ങനെ ആ പള്ളി അൽഹംദുലില്ലാഹ് ഉദ്ഘാടനത്തെ കഴിഞ്ഞപ്പോ തട്ടിന്റെ മുകൾ ആദ്യത്തെ മീറ്റിംഗ് കമ്മിറ്റി കൂടുകയാണ്. അപ്പോ നമ്മൾ വിചാരിക്കൂലേ ചിലപ്പോ ഉസ്താദിനെന്തിനും സഹായിക്കാനേക്കാരം 10-25 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാന്ന് വീട്ടിൽ ആ ഉസ്താദിന്റെ വീടുണ്ടാ മനസ്സ് വിട്ടുന്നു. ഇയാള് രാവും പകലില്ലാതെ പടക്കിറന്ന് മരിക്കുക. അങ്ങനെ ആ ഉസ്താദ് ആദ്യത്തെ കമ്മിറ്റി കൂടിയപ്പോ എഴുന്നേറ്റ് വേണം എന്താ അറിയാ, നമ്മളെ പള്ളി, നമ്മളെ മഹല്ലിപ്പ എന്താ, നമ്മളെ നാടിപ്പ എന്താപ്പ നമ്മളെ നാട്ടിലെ പള്ളിയുടെ അവസ്ഥ, മദ്രസ. അപ്പൊ ഈ പള്ളിക്കൊക്കെ പറ്റിയൊരു ഉസ്താദ് വേണ്ടേ, ഖത്തീബ് വേണ്ടേ, ഈ പള്ളിക്ക് പറ്റിയൊരു ഖത്തീബ് വേണ്ടേ. നമ്മുടെ നിലവിലെ പള്ളി ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ അങ്ങനെ ഉണ്ടല്ല, പിന്നെ അതങ്ങനെ ചെറുതാവല. എന്നിട്ട് നിങ്ങൾ നോക്കണം, ആദ്യത്തെ മീറ്റിങ്ങില് ഈ ഉസ്താദിന് കത്ത് കൊടുക്കുകയാണ്, നിങ്ങളുടെ സേവനം ഈ 1-ാം തീയതി വരെ. എന്നാ പറയുന്നത് നിങ്ങൾ 30-ാം തീയതി, 1-ാം തീയതി, ഒരു മാസം നിർത്തിയില്ല. അപ്പ ഉസ്താദ് പറഞ്ഞു, അത് റജബല്ലേ. സുബ്ഹാനല്ലാഹ്, ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി പാടുപെട്ട ഉസ്താദാണ്. തങ്ങന്മാരെയും അതുപോലെ തന്നെ എല്ലാരും കൊണ്ടുവന്ന ഉസ്താദ്. അങ്ങനെ ഞാൻ ഈ പറയുന്നതേ, അപ്പോ ഈ മനുഷ്യന് ഇവർ എഴുത്തു കൊടുത്തിട്ട് ഞങ്ങളെ സേവനം. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, ഞാൻ റജബല്ല 1-ാം തീയതി ഷഅബാൻ വരെ, ഞാൻ ഷഅബാൻ 25 കൊല്ലായില്ലേ, ഷഅബാൻ 25 കൊല്ലം നിന്ന എനിക്ക് ഒരു മാസം കൂടെ നിങ്ങളെ മഹല്ല് നിന്നൂടെ, ഞാൻ ഷഅബാനിട്ട് പോയിക്കോളാം. എന്തൊരു നല്ല മുത്തഖി അറിയാം. അപ്പൊ എന്താ ഉസ്താദ് പറഞ്ഞ, ഈ റജബിലിപ്പ് ഞാൻ പോയാലേ ഞാനിങ്ങനെ വെറുതെ ഇരിക്കണ്ടേ. അപ്പൊ ഇവരെടുത്തേക്ക് ഷഅബാൻ വരെയുള്ള ശമ്പളം വേണമെങ്കിൽ തരങ്ങത്ത് ഷഅബാൻ എടാ, അപ്പഴല്ലേ ആ ഉസ്താദിന്റെ തക്കവ, എടാ അന്റെ ശമ്പളത്തമല്ലടാ ഞാൻ ജീവിക്കുന്നത്, പോയോക്കടാ. 25 കൊല്ലായിട്ട് എന്റെ വീട്ടിൽ ഞാൻ അരി വാങ്ങാൻ ഉണ്ടാക്കിയിട്ടില്ലടാ, പക്ഷെ അല്ലാഹ് വീട് സഹായിക്കടാ. ഞാൻ നിങ്ങളെ നാടിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒരു ഷഅബാൻ, ആ നിലക്കടാ ഞാൻ ഷഅബാൻ വരുന്നിട്ട് പൊയ്ക്കോളടാന്ന് പറഞ്ഞത്. ഞാൻ ഇറങ്ങാടാ, നിന്റെ ശമ്പളം എന്നെ പിടിച്ചടാ. ഞാൻ ചോദിക്കട്ടെ നാട്ടുകാരെ, ആ നാട്ടിൽ ഇനി ബർക്കത്തുണ്ടാവോ? അവിടെ എന്താ ഐശ്വര്യമുള്ളത്, ഒരു ബർക്കത്തുണ്ടാവില്ലല്ലോ. അപ്പൊ എന്താ ഒരു ചെറിയ മെമ്പറായപ്പോൾ മഹിമ കാണിച്ചതാ ഒരുത്തൻ. ഇരിക്കട്ടെ, അങ്ങനെ അല്ലാഹു തആല ഒരേ മനുഷ്യന്മാരെ പറയും, പടച്ചവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നമ്മുടെ നാവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ചെറിയ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മനസ്സ് പോലും പൊട്ടിക്കരുത്. അതൊക്കെ പിന്നീട് വിരല് കടിക്കും. ഇപ്പൊ പളപളപ്പുണ്ടാവും, ഒരു ഭാഗം തടന്ന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഒരു കുട്ടിയെ, ഒരു പേരക്കുട്ടിയെ, അല്ലെങ്കിൽ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ചെറിയൊരു ഉസ്താദിന്റെ മനസ്സ് പോലും അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞപ്പോ ഒരർത്ഥം ചിന്തിച്ചെന്ന് പറഞ്ഞുപോയതാ. ജ്യേഷ്ഠാനുജന്മാരെ, അബൂജഹൽ ചൊല്ലി ലഅനത്തുല്ലാഹി അലൈഹി, നല്ല ചൊല്ലി നിങ്ങൾ ഉറങ്ങിപ്പോയി. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അബൂജഹൽ പറഞ്ഞ ഞങ്ങൾ വിഷയം മറന്ന അതൊക്കെ നമുക്ക് 99 ഒട്ടകം കൊടുത്ത്, ഒരു ഒട്ടകം കൊടുത്തില്ലെങ്കിൽ 2ാമത്തെ പടങ്ങൾ കൊടുക്കുന്നവർ അല്ലേ ഭാര്യ. അപ്പോഴാണ് അബൂജഹൽ കണ്ണു തുറന്നത്. അബൂജഹൽ ഏതാ വിഷയം ഇങ്ങോട്ട് തോന്നുന്നു, ഇതാതെ കഴിഞ്ഞു, പെട്ടെന്ന് ഓടുകയാണ്, ഈ വിഷയത്തിലൂടെ ഓടുകയാണ് ഞാൻ. അബൂജഹൽ പറഞ്ഞു, നമ്മൾ അത് പറഞ്ഞത് ശരിയാ, ഇനിയിപ്പോ നമ്മളെ കുറച്ച് ഒട്ടകത്തെ സംഘടിപ്പിക്കണം. ഉമർ വന്ന പ്രശ്നം അല്ലെങ്കിൽ യുവാക്കളെ ഒരു പറ്റം ചെറുപ്പക്കാരെ അണച്ചുകൂട്ടുന്നു,
ആരാണ് 10 ഒട്ടകം കൊണ്ടുവരുന്നത് 10 വീതം അവർക്ക് ഇന്നാദിന്നത് പാരിതോഷികം ഇനാം പ്രഖ്യാപിക്കുന്നു. ഒട്ടകങ്ങൾ അവർക്ക് വലിയ പാരിതോഷികങ്ങൾ. ആ സമയത്താണ് എന്റെ അനുജ പ്രഭാതം വിടരുന്നു. 10, 70, 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ ഒരു ഒട്ടകപ്പുറത്ത് വെള്ളം ചുമന്ന മക്കയിലെ അങ്ങാടിയിലേക്ക് പോകുന്നു. അബൂജഹലിന്റെ കുട്ടികൾ ചാടി വീണിട്ട് ആ പ്രായം ചെന്ന മനുഷ്യനെ വലിച്ചെറിയുന്നു. ഒട്ടകപ്പുറത്തു നിന്ന് ആ ഒട്ടകപ്പുറത്തുള്ള വെള്ളപ്പാത്രവും വലിച്ചെറിയുന്നു. ആ ഒട്ടകത്തെ കൊണ്ടുപോകുന്നു അബൂജഹലിന്റെ വീട്ടിലേക്ക്. അയ്യുഹന്നാ, ഈ വൃദ്ധനായ മനുഷ്യൻ മക്കയിലെ പാവപ്പെട്ടവനാണ് നിലവിളിച്ച് കരയുന്നു. അയ്യുഹന്നാ, ആരാണ് എന്റെ ഒട്ടകമെന്ന് വാങ്ങിത്തരിക? ഓ അഖില മക്ക, ആരാണ് എന്റെ ഒട്ടകത്തെ വാങ്ങിത്തരിക? അബൂബക്കറിന് സിദ്ദീഖ്, മുസ്ലിമേ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പ്രായം ചെന്ന മനുഷ്യനോട് എന്താ കരയുന്നത്? ഓ സിദ്ദീഖ്, എന്റെ ഒട്ടകത്തെ അബൂജഹൽ കൊണ്ടുപോയി നിങ്ങൾ വാങ്ങിത്തരുമോ? മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതാ ഇരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി അൻത ഉമ്മു അംആബു മറഅയ്നാ ഫീഹിമാ. അതായിരിക്കുന്നു നമ്മുടെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് ആ ഇരിക്കുന്ന മുത്തിനോട് പാവങ്ങളുടെ അത്താണിയാണ് ഇരിക്കുന്നത്, നിങ്ങൾ അവിടെ ചെന്നിട്ട് പറയോ, നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കോ, നിങ്ങളുടെ ഒട്ടകം കിട്ടും. ഓടിപ്പോകുന്ന യുവാക്കളെ, ഈ ചെറുപ്പ ഈ വൃദ്ധനായ മനുഷ്യനെന്ന് ഓടിച്ചെന്നിട്ട് യാ മുഹമ്മദാ. ആ വിളി കേട്ടാത്തുള്ള ഒരു കാട്ടറബിയുടെ വിളിയില് കേട്ടൊക്കെ ഒരു കാട്ടറബിയുടെ വിളി. ഓ മുഹമ്മദേ. ആ വിളി കേട്ടപ്പോൾ റസൂലുള്ളാഹി ഫതബസ്സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട്, എന്താണ് മനുഷ്യ മുഹമ്മദേ, എന്റെ ഒട്ടകത്തെ അബൂജഹൽ കൊണ്ടുപോയി. അബൂബക്കർ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞാൽ കിട്ടുമെന്ന്. ആ ഒട്ടകമെന്ന് വാങ്ങിത്തരുമോ? എന്റെ 4-5 മക്കൾ പട്ടിണി കിടക്കും, ഒരു ഗതിയുമില്ലാത്ത കുട്ടികളാ. ഒറ്റാൺകുട്ടിയില്ല തങ്ങളെ, എല്ലാം പെൺകുട്ടികളാണ്, അവരൊക്കെ പട്ടിണി കിടക്കും, എന്റെ ഒട്ടകത്തെ വാങ്ങിത്തരോ? റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ഡ്രസ് ധരിക്കുമ്പോ ആ സമയത്ത് ചോദിക്കുകയാണ്, അബൂജഹൽ എഴുന്നേറ്റു. റസൂലുള്ളാഹി എഴുന്നേറ്റപ്പോ ഈ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ ചോദിക്കുന്നു, നബിയെ നിങ്ങൾ എങ്ങോട്ടാണ്? നിങ്ങളുടെ ഒട്ടകം വാങ്ങുമ്പോയോ നമുക്ക് അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകാം. പോകല്ല നബിയേ, ഞാൻ വരുന്ന സമയത്ത് വഴിയിൽ ധീരനായ ഉമർ തിളക്കമുള്ള വാള് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഉമറേ, ആരുടെ തലയെടുക്കാനാണ്? എന്നോട് ഉമർ പറഞ്ഞത്, മുഹമ്മദിന്റെ തലയെടുക്കാനാണ്. പോകല്ല തങ്ങളെ. റസൂലുള്ളാഹി പറഞ്ഞു, മനുഷ്യാ, ലോകത്താരെയാ പേടിക്കേണ്ടത്? യജമാനനായ അല്ലാഹുവിനെയല്ലാതെ ലോകത്ത് ആരെയാണ് പേടിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. നാട്ടുകാരെ, ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിലേക്ക് പാവങ്ങളുടെ കണ്ണീരപ്പാൻ റസൂലുള്ളാഹി പോകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. നാട്ടുകാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി പോവുകയാണ് ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിലേക്ക്. നാട്ടുകാരെ, പോയി അല്ലാഹുവിന്റെ റസൂലങ്ങ് ഉറങ്ങണ്ട, നിർത്തി. ലോട്ടറി ടിക്കറ്റ് പോലെ അത് നിർത്തണ പോലൊന്നുമില്ലല്ലേ, ഇതാണ് ഇതും കൂടെ കഥ തീർത്തു. അപ്പോ റസൂലുള്ളാഹി ചെന്ന് വാതിലങ്ങ് വിട്ടിയപ്പോ അബൂജഹലിന്റെ പെണ്ണ് മൻ, ആരാണത്? അബൂജഹലിന്റെ ഭാര്യയൊക്കെ മൻ, ആരാണത്? ഓളെ അൽ അമീൻ, അൽ അമീൻ ഖാല റസൂലുള്ളാഹി. 40 കൊല്ലം അബൂജഹൽ വിളിച്ചത് അൽ അമീനാൻ, അബൂജഹലിന്റെ ഭാര്യ വിളിച്ചത് അൽ അമീനാൻ. മോളെ അൽ അമീൻ. അപ്പൊ ഈ പെണ്ണ് ചോദിക്കുക മുഹമ്മദോ? വീണ്ടും ചോദിക്കുന്നു, മൻ, ആരാണത്? മൻ, ആരാണത്? സുബ്ഹാനല്ലാഹ്. നോക്കിങ്ങൾ, ഈ പെണ്ണുങ്ങളെ
ഈ പെണ്ണുങ്ങളെ ചില ചോദ്യമുണ്ട്. നിങ്ങളെ പൊന്നാനി ഭാഗത്തൊക്കെ തെറ്റിയിട്ടുണ്ട് ആ ചോദ്യം. ആരെങ്കിലും ഒന്ന് ബെല്ലടിച്ച ആരാ ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഉണ്ട് ആചാര്യ? ഒന്ന് എന്റെ ബേക്കൽ ആചാര്യടാ മുകളിൽ ആചാര്യം അത് പോയാ ഇല്ലല്ലോ അവിടെ ഉണ്ട്. അപ്പൊ നോക്കിങ്ങള് അബൂജഹലിന്റെ ഭാര്യ ബെല്ലടിക്കുന്നത് കേട്ടപ്പോ മാൻ ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് ആരെങ്കിലും ഒന്ന് ബെല്ലടിച്ച ആരാ? എന്തിനാ ഈ പെണ്ണുങ്ങൾ പണിക്കുന്നത്? നമ്മളെ ജാതിയാണ്. എന്നിട്ടേ ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു, അപ്പോഴായിരിക്കും ഭർത്താവിന്റെ ഫോണ് ബെല്ലടിക്കുക. അപ്പൊ മൊബൈൽ എടുത്തിട്ടെ ആരാ കൊടുക്കണേ മൂക്കേറ്റ. എന്തിനാ ഈ പെണ്ണുങ്ങളെ പണിക്കണം? അപ്പൊ ആണത് നമ്മളതെ എന്റെ പെണ്ണ് വല്ലാത്ത ഹിതുമന് കാണാ ഹിതുമന്റെ ഊക്ക്, ആ ഹിതുമന്റെ ഊക്കേ കൊടുക്കണെന്ന് പറഞ്ഞിട്ടേ ലജ്ജ പോയാൽ എന്തിനെ പറ്റിയ ഫുഖാഹ് പഠിപ്പിക്കുന്നൊക്കെ കാണാ. ഏതെങ്കിലും ഇഷ്ടം വന്നിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഒരു ഈമോളെ പെണ്ണാണ് ഇവിടെ ആരില്ല. എവിടെ പോയി? എവിടെയാണാവോ? എപ്പോഴാ വരിക? എപ്പോഴാണാവോ? ഞാൻ പറമ്പുക്കൊരാള് കാണിച്ചോന്ന് ഫുഖാഹ് പഠിപ്പിക്ക അങ്ങനെ ഒരു പെണ്ണ് പറയേണ്ടത്. നേരെ വിളിച്ച് ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇല്ലേ. എവിടെ പോയി? വരൂ, ഇരിക്കൂ, ചായ എടുക്കൂ. എന്നാ പലതും കുടിച്ചിട്ടേ പോകുള്ളൂ. എന്നാ വീട് ഖറാബാകും. അതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. ലജ്ജ പോയാ ഒന്നിനും പറ്റൂല. അല്ലാഹു തആല കാക്കട്ടെ. ഒന്ന് മൂളിക്കാളി. ലജ്ജ പോയാ ഒന്നിനും പറ്റൂല. അരക്കരയ്ക്ക് പറ്റില്ല. ഈ ഇരിക്കുന്ന കൂട്ടര് ജ്യേഷ്ഠാനുജന്മാരെ ഞാനടക്കമുള്ള നമ്മുടെ ജാതികളിലെ നമ്മുടെ പെണ്ണിനെങ്ങാന് ലജ്ജ പോയാൽ ഒന്നിനും പറ്റൂലെന്ന്. കുലിക്ക് സർവത്താണ് കുലിക്ക് കുടിക്കലും ചെയ്യാം. എന്തിനാ പറ്റിയാണ്? ഒന്നിനും പറ്റൂല. നന്നായ ഇത്ര നല്ല മുത്തുകള് വേറല്ല, ബെടക്കായ ഇത്ര അതാപും വേറല്ല. അല്ലാഹു തആല കാക്കട്ടെ. ഞാൻ ഇല്ല നിർത്തി. ഞാന് കുറച്ച് കാടൊരു പ്രസംഗിക്കുന്ന ആളാണ്. ഞാനത് നിർത്തി. ലജ്ജ പോയ ഒന്നിനും പറ്റൂല. ഞാൻ കഴിഞ്ഞ